നമ്മുടെ മുഖത്തിന്റെ വണ്ണം കുറയാനായിട്ട് എന്ത് എക്സസൈസ് ചെയ്താലും മറ്റുള്ളവർ കാണുമ്പോൾ അവരെ കളിയാക്കുന്നതായിട്ടാണ് തോന്നാറ്. അപ്പോൾ നമുക്ക് ചില എക്സസൈസുകൾ കാണാം, 1-2 എക്സസൈസുകൾ കൊണ്ട് നമ്മുടെ മുഖത്തിന്റെ വണ്ണം നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ചധികം പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആണെങ്കിലും നമ്മുടെ വണ്ണമൊക്കെ അത്യാവശ്യം കുറയും. പക്ഷേ ഇങ്ങനെ നമ്മുടെ മെയിൻ പ്രശ്നം വണ്ണം കുറഞ്ഞാലും ചിലപ്പോഴെങ്കിലും നമ്മുടെ മുഖത്തിന് അത്യാവശ്യം തടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വണ്ണം വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ മുഖത്തിന്റെ ആ ഒരു വണ്ണം എങ്ങനെ കുറയ്ക്കാനായിട്ട് നോക്കാനായിട്ട് വേണം. അപ്പം നിങ്ങൾ ഓർക്കും, ഈ കൊച്ചിന്റെ മുഖത്തിന് വലിയ വണ്ണമൊന്നും ഇല്ലല്ലോ, വലിയ തടിയൊന്നും ഇല്ലല്ലോ, പിന്നെ ഈ കൊച്ച് എന്ത് പറയാനാണെന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിതാ ഈ കാണുന്നതാണ് എൻ്റെ ഒരു ഫോട്ടോ. എൻ്റെ കുറച്ച് നാൾ മുമ്പുള്ള ഒരു ഫോട്ടോയാണ്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തടി വെച്ചപ്പോൾ എൻ്റെ മുഖം ഭയങ്കര നമ്മൾ മത്തങ്ങ പരുവത്തിൽ ഇരിക്കുകയായിരുന്നു. ഭയങ്കര കവിളും ഇവിടുത്തെ താടിയൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ല ഉണ്ട പക്വമായിട്ടാണ് ഞാൻ കുറേ ഫേഷ്യൽ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് അതൊന്ന് കുറച്ചത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെ നമ്മുടെ മുഖത്തിന്റെ തടി ഏതൊക്കെ എക്സസൈസ് ചെയ്ത് കുറയ്ക്കാൻ പറ്റും നമുക്ക് നോക്കാം കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകൾ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു ഫേഷ്യൽ എക്സസൈസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ടൈമൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല. മറ്റ് എക്സസൈസുകൾ പോലെ പ്രത്യേകം ടൈമൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്കിത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് കുറേയധികം വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേഷ്യൽ മസാജ് ചെയ്യുന്ന കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് മസാജ് ചെയ്യാനായിട്ട്. അതൊന്നുമല്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കരുത് കേട്ടോ, എനിക്കങ്ങനെ ചിരി വരികയാണ്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് കേട്ടോ, നമ്മൾ ആരോടെങ്കിലും വഴക്കിട്ട് കൂട്ടുകൂടാതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കില്ല. ഈ സാധനം തന്നെ കേട്ടോ, ഒരേപോലെ ഇങ്ങോട്ടും പോകും, ഒരേപോലെ അപ്പുറത്തോട്ടും പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാലും നമുക്ക് ഈ ഒരു പരിപാടി എളുപ്പത്തിൽ കാണിക്കാം. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ ഒരു പോർഷന് ഇളക്കം തട്ടി അപ്പോൾ അതുവഴിയിട്ട് അവിടുത്തെ ആ ഒരു കൊഴുപ്പ് കുറഞ്ഞു കിട്ടാനൊക്കെ നല്ല ഇതാണ് കേട്ടോ. അപ്പം ആ കവള് കുറഞ്ഞു കിട്ടാനായിട്ടൊക്കെ നല്ലൊരു എക്സസൈസാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ചിരി വരെയാണ്. പിന്നെയെന്ന് പറഞ്ഞു ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ടൈപ്പിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതും നമ്മുടെ കവള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ കൈയൊക്കെ ഉപയോഗിച്ച് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഫേസ് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഫേസിൽ ഓയിൽ തേക്കണം, അല്ലെങ്കിൽ വാസ്ലിൻ തേക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആയിട്ട് ഡാമേജ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കവള് കുറയ്ക്കാനായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ നമുക്ക് ചെയ്യാം. അതും നമ്മുടെ കവള് കുറയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്കിതാ ഇവിടെ ഇങ്ങനെ വലിച്ച് സ്ട്രെച്ച് ചെയ്യാം. അതൊക്കെ നമ്മൾ ഓയിൽ തേച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട്. അതേപോലെ നമ്മുടെ പിരികത്തിൻ്റെ ഇവിടുന്ന് ഇതേപോലെ നമുക്ക് വലിച്ച് സ്ട്രെച്ച് ചെയ്യാം. അതൊക്കെ നമുക്ക് ഒരു 10-20 വട്ടം നമ്മൾ ഓയിൽ തേച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഈ രണ്ടെണ്ണമാണ് എൻ്റെ കവള് കുറയാനായിട്ട് ചെയ്യാറ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിരികത്തിൻ്റെ ഇവിടെ കുറച്ചധികം കൊഴുപ്പ് അടിഞ്ഞിട്ട് നമ്മുടെ കണ്ണ് ഉറക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ഇവിടെ കുറച്ചധികം ഇതായിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ ഇത് മാറായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം പൊക്കി കൊടുക്കുക, പൊക്ക വിടുക ആ രീതിയിൽ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ആ ഒരു കൊഴുപ്പ് നെറ്റിയിലെ കൊഴുപ്പ് കുറയായിട്ട് നല്ല. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴും അവിടുത്തെ ആ ഒരു തൂങ്ങി കിടക്കുന്ന ആ ഒരു കൊഴുപ്പ് കുറയാനായിട്ട് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ താടിയിൽ അല്ലെ, ഈ ഡബിൾ ചിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഈ ഒരു സാധനം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ചിൻ വരും അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം ഇത് എനിക്ക് കുറേ ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള വർക്കൗട്ടിലൂടെയാണ് അതിപ്പോൾ ഒന്ന് കുറച്ച് കൊണ്ടുവന്നത് കേട്ടോ. അതുപോലെയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ ആ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബിൾ ചിന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നാക്ക് പൊക്കി പിടിക്കണം. നാക്ക് ശരിക്കും പൊക്കത്തേക്ക് എടുക്കണം. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നമുക്ക് അങ്ങനെ വലിക്കുമ്പോൾ എനിക്ക് ചെറിയ പെയിൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു താടി എല്ലിൻ്റെ ഇത് പോകാനായിട്ട് ഈ ഒരു ഡബിൾ ചിന്ന് പോകാനായിട്ട് ഈ ഒരു എക്സസൈസ് മാത്രം ചെയ്യാമല്ലോ കേട്ടോ. പിന്നെ നമ്മുടെ കഴുത്തിന് കുറച്ച് തടി ഉണ്ടാവും അല്ലേ. അത്യാവശ്യം തടി ഉണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ മുഞ്ഞാരമ്പൊന്നും കാണാനായിട്ട് വരത്തില്ല. അത്യാവശ്യം ഇവിടെയൊക്കെ തടി ഉണ്ടാവും. കഴുത്തിൻ്റെ തടിയും ഈ ഒരു പോർഷനിലെ തടിയും കുറയാനായിട്ട് ഇങ്ങനെ കാണിക്കുന്നല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരുപാട് കടിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പ് പൊട്ടി പോകും. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഒത്തിരി ഹാർഡായിട്ട് ചെയ്യാതെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അത് നമുക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ വെക്കാം.
ഇങ്ങനെ വെക്കുക. ഇതൊക്കെ നമുക്ക് സമയം എടുക്കുന്ന പരിപാടിയാണ് കേസ്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെ ഒന്ന് ഇതാണ്. ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ഇത്രയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. നിങ്ങൾ 1-2 മാസം കറക്റ്റായിട്ട് ഈ ഒരു 2-3 വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ.